Welcome to a new physics class. Today we have to discuss about the fluid dynamics. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൻ്റെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്? സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ. ഓക്കെ, മോഷനിലുള്ള ഫ്ലൂയിഡിൻ്റെ സ്റ്റഡിയാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് ടൈപ്പ് ഫ്ലോ ആണ് ആദ്യം നോക്കാനുള്ളത്. ഓക്കെ, ഏതാണ്? വൺ ഈസ് നോൺ ആസ് സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് ടർബുലൻറ്റ് ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. ഓക്കെ, നമ്മൾ ഒരു വാട്ടർ ടാപ്പ് മെല്ലെ വളരെ പതുക്കെ തുറന്നു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പിന്നെ വളരെ സ്ലോയിൽ എന്ത് ചെയ്യും, വാട്ടർ ഇങ്ങനെ ഫോളോ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഫ്ലോ ആണ് നമ്മൾ എന്ത് പറയുക, സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം. പിന്നെ ഹൈ സ്പീഡിൽ ഒന്നായിട്ട് കുത്തൊഴുകി പോകുക എന്ന് പറയുമല്ലോ, അങ്ങനെയാണ് നമ്മൾ ഹൈ സ്പീഡിൽ വാട്ടർ തുറന്നു കഴിഞ്ഞാൽ, ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ ഫ്ലോ ചെയ്യുന്നതാണ് ടർബുലൻറ്റ് ഫ്ലോ. അപ്പോൾ ഫ്ലോ സ്പീഡ് ഒരു പെർട്ടിക്കുലർ വാല്യൂ, ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ക്രിട്ടിക്കൽ സ്പീഡിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത് ടർബുലൻറ്റ് ഫ്ലോ ആയിട്ട് വരും. സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ ഈസ് നോൺ ആസ് സ്ട്രീം ലൈൻ ഫ്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എപ്പോഴാണ് ഈ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം എന്നുള്ളത്. സ്ട്രീം ലൈൻ ഫ്ലോ അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കൂ. സ്ട്രീം ലൈൻ ഫ്ലോ ഡെഫിനിഷന്: ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഈസ് സെറ്റ് ടു ബി സ്ട്രീം ലൈൻ ഇഫ് എവറി ഫ്ലൂയിഡ് എലമെൻറ്റ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിൻറ്റ് ഹാവിങ് ദ സെയിം വെലോസിറ്റി. ഓക്കെ, എന്താണ്? ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഈസ് സെറ്റ് ടു ബി സ്ട്രീം ലൈൻ ഫ്ലോ ഇഫ് velocity of every fluid element passing through a given point is the same. ഒരു ഗിവൺ പോയിന്റിലൂടെ കടന്നു പോകുന്ന എല്ലാ ഫ്ലൂയിഡ് എലമെൻറ്റിനും ഒരേ വെലോസിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ലെറ്റ്സ് കൺസിഡർ എ ഫ്ലൂയിഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മാസുള്ള ഫ്ലൂയിഡ് നോക്കാം, ഒരു ഡ്രോപ്പ് വാട്ടർ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ, ഒരു പൈപ്പിലൂടെ ഒരു വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഡെഫിനിഷൻ ഓഫ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് നോക്കൂ. സ്ട്രീം ലൈൻ ഫ്ലോ: ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഈസ് സെറ്റ് ടു ബി സ്ട്രീം ലൈൻ ഇഫ് ദ വെലോസിറ്റി ഓഫ് എവറി ഫ്ലൂയിഡ് എലമെൻറ്റ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിൻ്റ് ഈസ് ദ സെയിം. മനസ്സിലായോ? അതായത് ഒരു ഗിവൺ പോയിൻറ്റിലൂടെ പാസ് ചെയ്തു പോകുന്ന എല്ലാ ഫ്ലൂയിഡ് എലമെൻറ്റിനും ഒരേ വെലോസിറ്റി ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോ ആണ് എന്ത്? സ്ട്രീം ലൈൻ ഫ്ലോ. മനസ്സിലായോ? സ്ട്രീം ലൈൻ ഫ്ലോ. ഓക്കെ, അത് പോസിബിൾ ആവണമെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള സ്പീഡിൽ മൂവ് ചെയ്യുമ്പോഴേ, അങ്ങ് ഫ്ലോ ചെയ്യുമ്പോഴേ അങ്ങനെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇങ്ങനെ പിന്നെ എന്താ പറയുക, ക്രോസ് സെക്ഷണൽ ഏരിയ അഥവാ തിക്നെസ്സിൽ വേരി ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഈ പൈപ്പിലൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൈന്യൂട്ട് വോളിയുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്ത പാത്താണ് ഞാൻ ഈ വരച്ചത്. ഒരു ഫ്ലൂയിഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ലെറ്റ്സ് കൺസിഡർ ഇറ്റ് ഈസ് V1. ഈ ഒരു പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ വെലോസിറ്റി ഇറ്റ് ഈസ് V2, വെക്റ്റർ V2. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി V3 ആയിട്ട് മാറും. ഓക്കെ, ഏതോ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് ഈ പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ V1, ഈ പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ വെലോസിറ്റി V2, ഇതിലൂടെ പോകുമ്പോൾ V3. മാത്രമല്ല, ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്ന ഫ്ലൂയിഡ് എലമെൻറ്റും ഈ പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കണം? V1 ആയിരിക്കണം. അതുപോലെ തന്നെ ഈ അതേ പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി V2 ആയിരിക്കണം. അതുപോലെ ഈ പോയിന്റിലെത്തുമ്പോൾ V3. എല്ലാ പോയിന്റിലും ഒരേ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഏത്? എല്ലാ പോയിന്റിലും മീൻസ് ഒരു ഗിവൺ പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സെയിം ആയിരിക്കണം. അതായത് ത്രൂ ഔട്ട് ദ മോഷൻ വെലോസിറ്റി സെയിം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? വെലോസിറ്റി ഓഫ് എവറി ഫ്ലൂയിഡ് എലമെൻറ്റ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിൻ്റ് ഈസ് ദ സെയിം. ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന എല്ലാ ഫ്ലൂയിഡ് എലമെൻറ്റിലും ആ പോയിന്റിലെത്തുമ്പോൾ ഒരേ വെലോസിറ്റി. ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാ പാർട്ടിക്കിൾസിനും V1 വെലോസിറ്റി. ഇതിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ പിന്നെ പാർട്ടിക്കിൾസിനും V2 വെലോസിറ്റി. ഇതിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ പാർട്ടിക്കിളിനും ഫ്ലൂയിഡ് എലമെൻറ്റിനും V3 വെലോസിറ്റി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ആൾസോ നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി
ആൾസോ നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് നോക്കൂ. ലെറ്റ്സ് കൺസിഡർ ദാറ്റ് വി ഹാവ് എ പൈപ്പ് ഓഫ് വേരിയിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ഫ്രം എ ടു ബി. ക്രോസ് സെക്ഷൻ ഏരിയയിൽ മാറ്റമുള്ള ഒരു പൈപ്പാണ്. ഇവിടുത്തെ ഏരിയ അല്ല ഇവിടെയുള്ള ഏരിയ, ഇവിടെ ഏരിയ കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏരിയ വ്യത്യാസമുള്ള ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോ ചെയ്യുന്നു. സെക്ഷൻ എ, ഒരു പൈപ്പിൻ്റെ ഒരു സെക്ഷനാണ് എ സെക്ഷൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് A1, അതായത് ഇതിൻ്റെ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ. അതുപോലെ തന്നെ ഈ പോയിന്റിലെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് A2. ഫ്ലൂയിഡ് ഈ എ എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഫ്ലൂയിഡ് വെലോസിറ്റിയാണ് V1, അത് ഈ പോയിന്റിലെത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് V2. എങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് A1 V1 ഈസ് ഈക്വൽ ടു A2 V2 or A into V equal to a constant. That is AV is equal to say a constant K, or you can say that V is equal to a constant by A, constant by A, or you can say that V proportional to 1 by A. Okay, അപ്പോൾ ഈ രീതിയിലോ അല്ലെങ്കിൽ ഈ രീതിയിലോ നിങ്ങൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതേ പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ ടോട്ടൽ എനർജിയെക്കുറിച്ചാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈസ് ആൾസോ നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ ഇത് സിലബസിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സിലബസിൽ നിന്നല്ല, ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്ത ചാപ്റ്റർ അല്ല, പക്ഷേ നമുക്കത് അടുത്ത ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? A1 V1 ഈസ് ഈക്വൽ ടു A2 V2. എന്താ ഇതിൻ്റെ ഒരു മീനിങ്? അതായത് നിങ്ങൾ ഒരു വേരിയിങ് ക്രോസ് സെക്ഷനുള്ള, അഥവാ ഈ ഡയമീറ്ററിൽ മാറ്റുള്ള ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഏത് പോയിന്റിലും നിങ്ങൾ വെലോസിറ്റി ഓഫ് ഫ്ലോ, അതാണ് V1, വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഇൻ ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ പൈപ്പ്. നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ A1 എന്ന് പറയുന്ന ഈ ക്രോസ് സെക്ഷൻ്റെ ഏരിയ, V1 എന്ന് പറയുന്ന ആ പോയിന്റിലൂടെ ഫ്ലൂയിഡ് കടന്നു പോകുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആ കിട്ടുന്ന ആൻസർ ഈ പോയിന്റിലൂടെ കടന്നു പോകുമ്പോഴുള്ള വെലോസിറ്റി അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക A2, ആ പോയിന്റിലെ ക്രോസ് സെക്ഷൻ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ രണ്ടും സെയിം ആയിരിക്കും. A1 V1 ഈസ് ഈക്വൽ ടു A2 V2, അല്ലെങ്കിൽ ഇനി മൂന്നാമത്തെ സെക്ഷൻ ഉണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു A3 V3, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ് ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് AV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇങ്ങനെ എഴുതാം, V പ്രൊപ്പോർഷണൽ ടു 1 by A. ഇതിൻ്റെ ഒരു മീനിങ്, ഫിസിക്കൽ ഐഡിയ എന്താണ് ഇതിൽ? എന്താണ് സംഭവം? ക്രോസ് സെക്ഷണൽ ഏരിയ ഡിനോമിനേറ്റർ. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ എവിടെ കുറയുന്നു അവിടെ വെലോസിറ്റി ഓഫ് ഫ്ലോ കൂടും, ഇൻക്രീസ് ചെയ്യും എന്ന് ക്ലിയർ ചെയ്യാം. അതായത് നോക്കൂ, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു നമ്പർ കുറയുമ്പോൾ മറ്റേ നമ്പർ കൂടി കൊടുക്കണം, അപ്പോഴേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരേ ആൻസർ വരുള്ളൂ. അതാണ് ഇവിടെ. അപ്പോൾ ഏരിയ എവിടെ കുറയുന്നു അവിടെ സ്പീഡ് കൂടും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഏരിയൻ്റെ വെലോസിറ്റി പറഞ്ഞാൽ ശരിക്കും വോളിയം ഫ്ലോ റേറ്റ് എന്ന് പറയാം. ഒരു സെക്കൻഡിൽ എത്ര വോളിയം ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് ഏരിയൻ്റെ വെലോസിറ്റി. നോക്കൂ, ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു T ടൈം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു എന്നാണ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കിട്ടുക. അതിനെ അപ്പോൾ വെലോസിറ്റി മാത്രം പറയുകയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എ യൂണിറ്റ് ടൈം, അതിന് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഏരിയയിൽ T ടൈം കൊണ്ട് എത്ര വോളിയം ഫ്ലൂയിഡ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര വോളിയം ഫ്ലൂയിഡ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു, ആ സെയിം എമൗണ്ട് തന്നെ അല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ പറയുന്നത് ശരിക്ക് ഏരിയ ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ വോളിയം ഫ്ലോ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര വോളിയം ഫ്ലൂയിഡ് മുന്നോട്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ട് സൈഡിലും ഈക്വൽ ഉണ്ടാവും. കാരണം ഇവിടുന്ന് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ട് തന്നെ പോകുന്നു, വേറെ ഇതിലൂടെ ബൈപ്പാസ് ചെയ്ത് ഇങ്ങോട്ടോ മേലോട്ടോ വെള്ളം പുറത്തോട്ട് പോകുന്നില്ല. ഇവിടെ എൻ്റർ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡും ഈ പോയിന്റിലൂടെ പുറത്തോട്ട് വരുന്നു. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇവിടെ എത്ര എൻ്റർ ചെയ്യുന്നു അത്രയും എമൗണ്ട് ഫ്ലൂയിഡ് പുറത്ത് പോകുന്നു. അതാണ് AV ഈസ് എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഐഡിയ ഇതാണ്. എവിടെയാണ് പൈപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുന്നത് അവിടെ വെലോസിറ്റി കൂടും, അതല്ല ഏരിയ എവിടെ കൂടും അവിടെ വെലോസിറ്റി കുറയും. ഓക്കെ, മനസ്സിലാക്കുക. ഇത് നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഫിസിക്സിലെ പല പോയിന്റുകളും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
അല്ലേ? എവിടെ നമ്മളിത് യൂസ് ചെയ്യുന്നത് നോക്കൂ, ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമുക്കറിയാം നമ്മളൊരു ഹോസ് പൈപ്പ് അല്ലേ, എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണ്. നമ്മൾ വൈകുന്നേരങ്ങളിൽ ചെടികൾ നനക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോസ് പൈപ്പ്. ഓക്കെ, അപ്പോൾ ആ ഹോസ് പൈപ്പിലൂടെ വെള്ളം ഫ്ലോ ചെയ്തിങ്ങനെ വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉള്ളൊരു ചെടി നനക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കുറച്ചുകൂടെ ഇവിടെ ഉള്ളൊരു ചെടി നനക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വെള്ളത്തിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പൈപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ പൊത്തി പിടിക്കും അല്ലേ? ഇതിങ്ങനെ ക്ലോസ് ചെയ്താൽ ഏരിയ, അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന എന്താണ്? ഏരിയ ക്രോസ് സെക്ഷൻ കുറച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഏരിയ ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ സ്പീഡ് ഇവിടെ കൂടും, അപ്പോൾ ഇങ്ങോട്ടെത്തും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പൈപ്പ് പൊത്തി പിടിക്കുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ കുറയുന്നു, അപ്പോൾ ഫ്ലൂയിഡിൻ്റെ സ്പീഡ് കൂടി വരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദാറ്റ്സ് അബൌട്ട് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇത് ഓർത്ത് വെക്കുക. ഇക്വേഷൻ ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും നമുക്കത് ബെർണോളിസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ. എന്താണ്? ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ഡെറിവേഷൻ പഠിക്കേണ്ട, ഇതിലെ റിസൾട്ടുകളാണ് ആവശ്യം. അതായത് ഞാൻ പറഞ്ഞു, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് ഏത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ എക്സാമിന്, പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റനിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും വരും. അതായത് ബെർണോളിസ് പ്രിൻസിപ്പിളുമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റൻ ഇല്ലാത്ത ഒരു എക്സാം ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിളിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡ് പ്രോസസ്സ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ സോളിഡ്സിൻ്റെ കേസിൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ, അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഒരു ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ കേസിൽ ഈ മെക്കാനിക്കൽ എനർജി 3 ടൈപ്പ് വരും. ഏതാണ്? കൈനറ്റിക് എനർജി, നമ്മൾ സോളിഡ്സിലുള്ള പോലെ തന്നെ കൈനറ്റിക് എനർജി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ വരും, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ, അതുപോലെ മൂന്നാമത് ഫ്ലൂയിഡ്സിൽ വരുന്നതാണ് പ്രഷർ എനർജി ഡ്യൂ ടു ഫ്ലൂയിഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും ഇക്വേഷൻ നമുക്കറിയാം, ½ mgh. അപ്പോൾ ഇനി നമുക്ക് പ്രഷർ എനർജിക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാമെന്നുള്ളത്. അപ്പോൾ പ്രഷർ കാരണം ഒരു എനർജിയുടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ ഞാനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. വി ഹാവ് എ ടാങ്ക് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഇവിടെ ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാണ്. ഈ ഒരു ടാങ്കിൽ നിന്ന് വാട്ടർ താഴോട്ട് ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ എന്നാൽ ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലെവൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വേറെ എവിടുന്നോ വാട്ടർ ഇതിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യുന്ന പൈപ്പിലെ ഒരു പെർട്ടിക്കുലർ സെക്ഷനാണ് പി എന്ന് പറയുന്നത്. പി എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുത്തു. ആ സെക്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ്, എം മാസുള്ള ഫ്ലൂയിഡ്, ഒരു ഗിവൺ ഇൻസ്റ്റൻറ്റിൽ എം മാസുള്ള ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു അസ്യൂം ചെയ്യാം. അപ്പോൾ ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് പോയിന്റ് ഈസ് അറ്റ് എ ഹൈറ്റ് h ഫ്രം ദ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് h ഹൈറ്റിലാണ് ഈ പോയിന്റ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അറ്റ് എ ഡെപ്ത് ഓഫ് h' ഫ്രം ദ ഫ്രീ സർഫസ്. ഈ ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിൽ നിന്ന് h' ബിലോ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇത്. ഓക്കെ, h' വെച്ച് ശ്രദ്ധിക്കുക. h' എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ ഫ്രീ സർഫസിന് എത്ര താഴ്ചയിലാണെന്നുള്ളത് കാണിക്കുന്നു. h എന്താണ്? അതേ പോയിന്റ് ഗ്രൗണ്ടിൽ നിന്ന് എത്ര മേലെ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, എങ്കിൽ ഈ ഒരു ഗിവൺ പോയിന്റിലൂടെ കടന്നു പോകുന്ന എം മാസുള്ളൊരു ഫ്ലൂയിഡ് എലമെൻറ്റിന് ഒരു ഗിവൺ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ എന്തായിരിക്കും? നമുക്കറിയാം, ½ mv². അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ എന്താണ് വരിക? mg × h എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഇതേ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡ് എലമെൻറ്റിന് പ്രഷർ എനർജി ഡ്യൂ ടു ഫ്ലൂയിഡ് പ്രഷറാണ്. അപ്പോൾ നമുക്കത് അറിയില്ല, അതാണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. mgh എന്ന് പറഞ്ഞാൽ എനർജി ആണല്ലോ, അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് ആവും mgh' എന്ന് പറയാം തൽക്കാലം. അപ്പോൾ പ്രഷർ എനർജി ഡ്യൂ ടു ഫ്ലൂയിഡ് പ്രഷർ ഈസ് mgh'. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു ടാങ്കിൽ ഫ്ലൂയിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ലെവൽ കാരണം ഇവിടെ പ്രഷർ ആക്ട് ചെയ്യും. ആ പ്രഷർ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പ്രഷർ അറ്റ് എ ഡെപ്ത് h' ബിലോ ഫ്രീ സർഫസ് എന്താണ്? ഞാനിവിടെ എഴുതാം. ഓക്കെ, എന്താണ്? നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു h ρg. അപ്പോൾ ഇവിടെ h'ρg മനസ്സിലാക്കുക, ഒന്നുകൂടെ ക്ലിയർ ചെയ്യൂ. എന്താണ്? ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇത്രയും ഹൈറ്റിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രഷറാണ് ജനറൽ ഫോമിൽ h ρg. h ρgയിൽ ഇവിടെ h അല്ല, ഇവിടെ ഈ ഹൈറ്റ് എത്രയാണ്? h', അതുകൊണ്ട് h'ρg. അപ്പോൾ അതിൽ നമുക്ക് h' റീപ്ലേസ് ചെയ്യാം. h' is equal to p/ρg. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും mg × h' is equal to p/ρg.
ജി കട്ട് ചെയ്താൽ mp/ρ. അപ്പോൾ നോക്കുക, കൈനറ്റിക് എനർജി ഡ്യൂ ടു മോഷന് ഹാഫ് mv², പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷന് mgh, pressure energy due to fluid pressure is mp/ρ, where ρ is the density of the fluid. ഓക്കെ, എങ്കിൽ ടോട്ടൽ എനർജി നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ എനർജി ഈസ് ദ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് mp/ρ പ്ലസ് ഹാഫ് mv² പ്ലസ് mgh. ഇതാണ് ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ യൂണിറ്റ് മാസിൻ്റെ ആണെങ്കിലോ ടോട്ടൽ എനർജി ഓഫ് യൂണിറ്റ് മാസ് ഈസ് ഗിവൺ ബൈ m1 കൊടുത്താൽ മതി. ദെർഫോർ p/ρ പ്ലസ് ഹാഫ് v² പ്ലസ് gh. ഇതാണ് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസ്. ടോട്ടൽ എനർജി ഫോർ എം മാസുള്ള ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി mp/ρ പ്ലസ് ഹാഫ് mv² പ്ലസ് mgh. ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസ് ആകുമ്പോൾ p/ρ പ്ലസ് ഹാഫ് v² പ്ലസ് gh. കേട്ടോ, ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സാധനം ഇറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ആദ്യം പറയാണ്ട്, അത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് എ കോൺസ്റ്റൻ്റ് നമുക്ക് പിന്നീട് ബെർണോളിസ് പ്രിൻസിപ്പിൾ കിട്ടും. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ ഫ്ലോയിങ് ഫ്ലൂയിഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് എനർജി, മെക്കാനിക് എനർജിയിൽ കൈനറ്റിക് പൊട്ടൻഷ്യൽ മാത്രമല്ല പ്രഷർ കാരണം ഒരു എനർജിയുടെ ഉണ്ട്. അതാണ് പ്രഷർ എനർജി, ദാറ്റ് ഈസ് mp/ρ. എം മാസിന് യൂണിറ്റ് മാസിന് p/ρ. അപ്പോൾ p/ρ പ്ലസ് ഹാഫ് v² പ്ലസ് gh is equal to a constant. ഓക്കെ, താങ്ക് യു.